അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഹമാസ്, ലെബനൻ, സിറിയ, ഇറാൻ. ഇനി അടുത്ത കാലമായിരിക്കും ഉറപ്പായിട്ട് 2025 ടർക്കി അവിടെ റെജീം ചേഞ്ച് ഉണ്ടാകും. ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സംശയിക്കും, എന്താണ് ഇത് പറയുന്നതിൻ്റെ കാരണം? ഉർദുഗാൻ തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില റിപ്പോർട്ട്സുകൾ വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സിറിയയിൽ നിന്ന് ISISൻ്റെ ഒക്കെ വലിയ പ്രശ്നമുണ്ടാക്കിയ കർഡിഷ് കമ്മ്യൂണിറ്റിയുണ്ട്. അവർ ഈ സിറിയയുടെ നോർത്ത് വെസ്റ്റ് റീജിയനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ്. ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ടർക്കിയാണ്. ഈ ടർക്കിയിൽ അവിടുത്തെ പോപ്പുലേഷൻ്റെ 15%, അതായത് 7.5 മില്യൺ ഈ കർഡിഷ് ജനസംഖ്യയാണുള്ളത്. പിന്നീട് മനസ്സിലാക്കണം, അവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയായ കർഡിഷ് വർക്കേഴ്സ് പാർട്ടി, അവർ ഉർദുഗാനുമായിട്ട് അവിടെയുള്ള മെയിൻ അവിടെ സ്ഥിരം ഫൈറ്റാണ് നടക്കുന്നത്. ഫൈറ്റ് മാത്രമല്ല, ആംഡ് സ്ട്രഗിളും നടക്കുന്ന ഒരു രാജ്യമാണ് ടർക്കി, ഈ പറയുന്ന കർഡിഷ് പീപ്പിളുമായിട്ട്. അപ്പോൾ ഈ കർഡിഷ് കമ്മ്യൂണിറ്റിക്കകത്ത് മെജോറിറ്റി എന്ന് പറയുന്നത് സുന്നി മുസ്ലിംസാണ്. പിന്നെ ബാക്കിയുള്ളവർ അവരുടെ പഴയ രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്നവരാണ്. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്താണ് ഇതിൻ്റെ പോസിബിൾ ചാൻസ് എന്ന് ചോദിക്കാം. അതായത് ISISൻ്റെ ഈ സംഭവത്തോട് സിറിയയിൽ അമേരിക്കൻ ഒരു ബേസ് ഉണ്ട്. അത് ഈ കർഡിഷ് ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബേസ്. ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ടും അവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ISISൻ്റെ അൽഖൈദയുടെ ഒക്കെ ബേസ് എന്ന് പറഞ്ഞാൽ റാഖ, പിന്നെ മറ്റൊരു സിറ്റി. ഇവിടെ മുഴുവനും ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന കൂടുതലും മെജോറിറ്റി എന്ന് പറയുന്നത് കർഡിഷ് ജനവിഭാഗമായിരുന്നു. ഈ റാഖയിൽ എന്നാണ് ISIS തോക്കുന്നത്. അതിനുശേഷമാണ് ISIS മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇല്ലാതാവുന്നത്, ഏകദേശം നല്ലപോലെ നശിച്ചു പോകുന്നത്. അപ്പോൾ അന്ന് ശേഷം അമേരിക്ക അവിടെ ഉണ്ടാക്കിയ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ഈ കർഡിഷ് മിലിഷ്യ ഫോഴ്സ്. ഇതിന് പൂർണ്ണമായിട്ട് പിന്തുണ കൊടുക്കുന്നത് അമേരിക്കയാണ്. ആംസും പരിപാടികളെല്ലാം കൊടുത്തിട്ട്, അപ്പം അതൊരു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഗവർണറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയൊരു റീജിയൻ, 4-5 പ്രധാനപ്പെട്ട സിറ്റികൾ അതിനകത്ത് വരുന്നുണ്ട് ഈ കർഡിഷ് റീജിയൻ്റെ അകത്ത്. അപ്പോൾ അവർ സെക്യുലറാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനകത്ത് സിറിയയിൽ നിന്ന് ഓടിപ്പോയ പല ക്രിസ്ത്യൻസും ഈ കർഡിഷ് റീജിയൻ്റെ അകത്താണ് ഈ താമസിക്കുന്നത്. അപ്പം നിങ്ങൾ ആ പൊളിറ്റിക്സ് മനസ്സിലാക്കുക, റീജിയൻ്റെ പൊളിറ്റിക്സ്. അപ്പം സ്ഥിരമായിട്ട് ടർക്കിയുമായിട്ട് ഉർദുഗാനുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന കർഡിഷ്താൻ വർക്കേഴ്സ് പാർട്ടി എന്ന പൊളിറ്റിക്കൽ പാർട്ടി, കാരണം അവരാണ് കഴിഞ്ഞ പ്രാവശ്യം ഉർദുഗാൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉർദുഗാനെതിരെ അവിടുത്തെ മേയർ സെലക്ഷനും വോട്ട് ചെയ്യുകയും വലിയ പ്രാധാന്യമാണ്. പിന്നെ മനസ്സിലാക്കുക, ഈ കർഡിഷ് എന്ന് പറയുന്ന ഇവരുടെ ഗ്രൂപ്പിൻ്റെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് കർഡിഷ് മിലീഷ്യ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്രാൻസിലാണ്. കാരണം ഫ്രാൻസിൽ നിന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രമാത്രം ആൾക്കാർ, അതായത് ഏകദേശം ഫ്രാൻസിൽ അവരുടെ ഓഫീസ് പറയുന്നത് ഈ ടർക്കിയിൽ ഏകദേശം 20 മില്യണിൽ പരം, ഏകദേശം 2 കോടിയിൽ പരം കർഡിഷ് വിഭാഗക്കാരായ ആളുകളുണ്ട്. അവർ ഈ പറയുന്ന സുന്നി വിഭാഗം മറ്റൊരു കല്യാണം കഴിപ്പും പരിപാടികളൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഉർദുഗാൻ ഇസ്രായേലിനെതിരെയും മറ്റും പല സ്റ്റേറ്റ്മെൻറ്റുകളും നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ബോംബ് പൊട്ടിച്ച് ഉർദുഗാനെ ഒതുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു. പല ആവർത്തി ഉർദുഗാൻ്റെ സേന ഈ കർഡിഷ് റീജിയൻ്റെ അകത്തൊരു സിറ്റി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോൾ കർഡിഷ് മിലിഷ്യയ്ക്ക് ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഫൈറ്റർ എയർക്രാഫ്റ്റ് അവരുടെ കയ്യിലില്ല. അപ്പോൾ ഉർദുഗാനും ടർക്കി അമേരിക്കയോട് സ്ഥിരം ആവശ്യപ്പെടുന്ന F-35 അവർക്ക് കിട്ടണം. കാരണം ഇവരെ അടിക്കാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന F-16 അതേപോലെ ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്പം ഏജ്ഡ് ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം, അതിൻ്റെ റിപ്പയർ ചെയ്ത് കൊടുക്കണം. ടർക്കിയുടെ ആവശ്യം അത് അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ നാറ്റോയിൽ സ്വീഡൻ്റെയും ഐസ്ലാൻഡിൻ്റെ ഒക്കെ അവരെ എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തത് ഈ ടർക്കിയാണ്. അതേപോലെ തന്നെ ഈ കർഡിഷ് റീജിയനിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഒന്ന് ഫ്രാൻസും ഒന്ന് സ്വീഡൻ. ഇവരാണ് സാമ്പത്തികമായിട്ട് അവരെ കൂടുതലായിട്ട് സഹായിക്കുന്നത്. മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. സിറിയയിലുള്ള ഓയിൽ ഡ്രില്ലിങ്ങിൻ്റെ വലിയൊരു ഭാഗം ഈ കർഡിഷ് ലാൻഡിലാണ്, അവരുടെ റീജിയൻ്റെ അകത്താണ്.
അപ്പോൾ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഈ സംഭവത്തിലൊക്കെ സെൽഫ് സഫിഷ്യൻ്റ് ആണ് ഈ റീജിയൻ. അപ്പോൾ ഇവരെ ഇതിനകത്ത് ഇതാക്കി എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് ഇതിനകത്ത് അമേരിക്കയും ഇസ്രായേലും കളിച്ച് ഓർത്തുകാരം ഊതുക. 2025 നമ്മൾ അറിയാൻ പോകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്, ടർക്കി ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമതൊരു പട്ടാളം അവിടെ ഇറങ്ങി അതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് ഉണ്ടായി വലിയ രീതിയിലാണ് അയാൾ സർവൈവ് ചെയ്ത് പോയത്. ഉറപ്പായിട്ടും അദ്ദേഹം അവിടുത്തെ ഒരു പോപ്പുലർ ലീഡർ തന്നെയാണ് തയ്സീബ് എർദോഗാൻ. പക്ഷേ ഈ പറയുന്ന യൂറോപ്പിലെ പല രാജ്യങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് അടിയുണ്ടാക്കിയപ്പോൾ ഒരു കാര്യത്തിൽ ഉറപ്പായി, അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്ന ടർക്കിയാണ്. ടർക്കിയെ ഇവർ 100% ഈ കർഡിഷ് ഗ്രൂപ്പിനെയും കമ്മ്യൂണിറ്റിയെയും മിലിഷ്യ ഗ്രൂപ്പിനെ അകത്തുള്ള സംഭവം കയറി അടിച്ചു കഴിയുമ്പോൾ അതോടുകൂടി ടർക്കി 2-3 പീസായിട്ട് അങ്ങ് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ വളരെ വർഷമായിട്ട് ടർക്കിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് കയറി, ഇൻഫ്ലേഷൻ ഹൈ ആയിട്ട് കയറി. അതായത് അമേരിക്ക അവിടെ സാങ്ഷൻ ഏർപ്പെടുത്തിയില്ലെങ്കിൽ തന്നെ ടർക്കിയിലുള്ളവർക്ക് നേരത്തെ അമേരിക്കയിൽ ഓൺ അറൈവൽ വിസയായിരുന്നു. ഇപ്പോൾ ടർക്കിക്കാർക്ക് അമേരിക്കയിൽ പോകാനുള്ള വിസ പോലും കൊടുക്കുന്നില്ല. ഇപ്പം ലോകത്തിലെ ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്ന 2025 ടർക്കി റെജീം തെറുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അടുത്ത പോക്ക് ടർക്കിയെയാണ് ഈ അമേരിക്കയും ഇസ്രായേലും ഈ രാജ്യങ്ങളെല്ലാം സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്.